നമസ്കാരം, പിക്നിക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു ബിരിയാണിയാണ്. ഇത് വെറും ബിരിയാണിയല്ല, ഹൈദരാബാദി ബിരിയാണി. പാരഡൈസ് ഹോട്ടലിൻ്റെ അവരുടെ ഒരു ബിരിയാണിയുടെ കിറ്റാണ്. ഇതെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ബിന്ദു ആൻറ്റി കറൻ്റ്ലി ഹൈദരാബാദിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ അവിടുന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് നമുക്ക് വിഷു കൈനീട്ടത്തിനൊപ്പം ഗിഫ്റ്റ് കിട്ടിയതാണ്. ഹൈദരാബാദിലെ ഒരു പ്രസിദ്ധമായ ഹോട്ടലാണ് പാരഡൈസ് ഹോട്ടൽ. അതിൻ്റെ പണ്ടത്തെ 1953 ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കറണ്ട് ഫോട്ടോ ആണ്. അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കിറ്റാണ് ബിരിയാണി കിറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു കിറ്റ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിൽ നമുക്ക് ആദ്യം കിട്ടുന്നതെന്ന് പറയുന്നത് ബസ്മതി റൈസാണ് 200 ഗ്രാം. പിന്നെ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണി മസാല അത് 120 ഗ്രാം ഉണ്ട്. പിന്നെ 2 ഗ്രാമിൻ്റെ ചെറിയൊരു ഓൾ സ്പൈസസിൻ്റെ പാക്കും ഉണ്ട്. പിന്നെ ഇതിൽ ബ്രോഷർ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്, പല ലാംഗ്വേജസിലുണ്ട്. ഞാനിന്നിവിടെ ചിക്കൻ ബിരിയാണിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജോ മട്ടനോ യൂസ് ചെയ്യാം. അപ്പോൾ 2 പാക്കറ്റിനാണ് നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിന് വേണ്ടത് 350 ഗ്രാം ചിക്കനാണ്. 2 പാക്കറ്റ് ആയതുകൊണ്ട് ഞാൻ 700 ഗ്രാം ചിക്കൻ എടുത്തു. അതിനുശേഷം നമ്മുടെ ഈ ബിരിയാണി മസാല ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ 2 പാക്കറ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് 2 മണിക്കൂർ നമ്മൾ മാരിനേഷൻ വെക്കണം. റൈസ് കുക്ക് ചെയ്യാൻ പോവുകയാണ് ഞാൻ. അതിനായിട്ട് ഈ ഒരു അരി നന്നായിട്ട് കഴുകി മാറ്റി വെക്കുക. ഇനിയൊരു പാത്രത്തിലേക്ക് 2 ലിറ്റർ വെള്ളം, അതായത് 2 പാക്കറ്റ് ആയതുകൊണ്ട് 2 ലിറ്റർ വെള്ളം ചൂടാക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഈ 2 ലിറ്റർ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ആ ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈഡ് ഓണിയൻ വേണം. അതിനായിട്ട് ഒരു മീഡിയം സൈസ്ഡ് ഓണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു ഓണിയൻ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു 1/2 സ്പൂൺ പഞ്ചസാര നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഓണിയൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. റൈസ് കുക്കായി വരുമ്പോഴേക്കും അത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. 2 മണിക്കൂറിന് ശേഷം ഞാൻ ഈ ചിക്കൻ കുക്ക് ചെയ്യാൻ പോവാണ്. ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ചിക്കൻ വേവാനായിട്ട് 45 മുതൽ 50 മിനിറ്റ് വരെ വേണ്ടി വരും. ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നതാണ് നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ, അതുപോലെ ഗീ, പിന്നെ കൊറിയാണ്ടറും മിൻറ്റും കൂടി ചോപ്പ് ചെയ്തത്. പിന്നെ ഇതോടൊപ്പം വേണ്ടത് സാജീരകവും ഏലക്കയും കൂടി പൊടിച്ചതാണ്. ചിക്കൻ നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പകുതി ബസ്മതി റൈസ് ഒരു ലെയറായിട്ട് ഈ ഒരു ചിക്കൻ്റെ മുകളിലിട്ട് കൊടുക്കണം. അതിനുശേഷം ഏലക്കായും സാജീരകവും കൂടി പൊടിച്ച് 2 പിഞ്ച് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്രൈ ചെയ്ത ഓണിയൻ, പിന്നെ അല്പം മിൻറ്റ് ലീവ്സും കൊറിയാണ്ടർ ലീവ്സും കൂടി ചോപ്പ് ചെയ്തത്. ബാക്കിയുള്ള ആ ഒരു ബസ്മതി റൈസ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതേ പ്രോസസ്സ്, അതായത് സാജീരകവും ഏലക്കയും പൊടിച്ചത്, അതിന് മുകളിൽ ചോപ്പ് ചെയ്ത ഓണിയൻ,
കുറച്ച് നെയ്യ്, ലാസ്റ്റ് നമ്മൾ മല്ലിയിലയും പുതിനയിലയും കൂടി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ബിരിയാണി 15 മുതൽ 20 മിനിറ്റ് വരെ ദം ചെയ്യാൻ വെക്കുക. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 4 പേർക്ക് സെർവ് ചെയ്യുന്ന ബിരിയാണിയാണ്, അതായത് ഒരു പാക്കറ്റ് 2 പേർക്ക് സെർവ് ചെയ്യാം. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ.